സന്തോഷത്തോടെ ദൈവസല്ലായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ കർത്താവിനും പ്രപഞ്ച സൃഷ്ടമായ ദൈവത്തെ, അത്ഭുത മന്ത്രി, വീരനാം ദൈവത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് പോലെ ഇന്ന് യൂത്ത് സർവീസിൽ ദൈവദാസിലൂടെ കേൾക്കപ്പെട്ടതുപോലെ ദൈവം സ്തുതിക്ക് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷേ അനുസരണം ഏറ്റവും ആവശ്യമാണ്. അനുസരണത്തിലൂടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ഒന്നിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ജീവിത ബലഹീനതകളും കറവുകളെല്ലാം കർത്താവോട് ഏറ്റു പറഞ്ഞാട്ട്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ തേനിലും മധുരമായി ഇന്ന് പകൽ അതിനേക്കാൾ ശക്തമായ ദൈവപ്രവൃത്തിക്കായി നമുക്ക് എത്തിച്ചു കൊടുക്കാം. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കിനാ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കിനാ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ. ഓ ആരാധന, ആരാധന, ഓ ആരാധന, യേശുവിന് ആരാധന, ഓ ആരാധന, യേശുവേ ആരാധന, അപ്പ ആരാധന, യേശുവിന് ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചീരാ ആവതില്ലേ ആർക്കുമേ, അങ്ങെപ്പോലെ സ്നേഹിച്ചീരാ ആവതില്ലേ ആർക്കുമേ, ജീവനേ സ്വന്തമേ അങ്ങേ ചാരുന്ന ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ അക്കരമൊന്ന് വീശി ആരാധന. ഓ ആരാധന, യേശുവിന് ആരാധന, ഓ ആരാധന, യേശുവിന് ആരാധന, ഓ ആരാധന, ആരാധന, ഓ ആരാധന, യേശുവിന് ആരാധന, ഓ ആരാധന. ആ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കി അവങ്കിലേക്ക് നോക്കി പ്രകാശിക്കുന്നു. ലജ്ജിച്ചു പോയില്ല. യേശുവിന് ആരാധന. ഒന്ന് പറഞ്ഞ ആരാധന, യേശുവേ ആരാധന, ലഖശത റബബബ ആരാധന, യേശുവിന് ആരാധന. ഒന്ന് ജനാമി പറഞ്ഞാട്ടെ. ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് അറിയുന്ന എത്ര പേരുണ്ട്? അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒമിനി പ്രസൻസ് ഉണ്ട്, മാനിഫെസ്റ്റോ പ്രസൻസ് ഉണ്ട്, വ്യക്തിപരമായി അനുഭവിക്കുന്ന സാന്നിധ്യം. അതെങ്ങനെ അറിയാം? യെരുശലേമിലെ ആലയത്തിനകത്ത് ഉണ്ണി യേശുവിനെയും കൊണ്ട് വന്നിരിക്കുന്ന ജോസഫും മറിയം അറിഞ്ഞു അവൻ ഇതിനകത്തൊരു വിടുതൽ നടക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ശിമയോൻ സെൻസ് ചെയ്തു, ഈ ഹോളിനകത്ത് ഇരിക്കുന്ന എല്ലാവരെ പോലല്ല, വേറൊരുവരിനകത്ത് വന്നിട്ടുണ്ട്.
ഇന്ന് പകൽ എത്ര പേര് ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ട്? അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തെ സെൻസ് ചെയ്യുന്നവർക്കായി രണ്ട് കരങ്ങളും അടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ട് അവന്റെ സാന്നിധ്യം ഇന്ന് പകലിനകത്ത് വെളിപ്പെട്ടു വന്നതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിന്റെ തൊട്ടടുത്തൊരു പുഴയുണ്ട്, ഒരു നദിയുണ്ട്. ആ നദിക്ക് അക്കരയിൽ നൂറുകണക്കിന് വീടുകളുണ്ട്. നാം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അവിടെയാണ്. ഈ ഭാഗത്തൊക്കെ ആരാധനയുടെ ശബ്ദം കേൾക്കാം. ചില ആളുകൾ പറയും, നിങ്ങളുടെ ആരാധന തുടങ്ങുമ്പോൾ ഞങ്ങൾ ടെറസിന്റെ മുകളിലൊക്കെ കസരയിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് പകലും ആ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുമ്പോൾ ആ ശക്തി ഈ ദേശത്തേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതിന് ഒന്ന് ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. ഒരു ദൂതി ഞാൻ കൈമാറാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എത്ര ഏറ്റെടുത്തെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമാണോ? അത് തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. സഹോദരങ്ങളെ, പ്രശ്നങ്ങളെ വലുതായി കാണരുത്, അതിന് പരിഹാരം തരുന്ന ദൈവത്തെ വലുതായി കാണണം. രാമി പറയാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പലരും പ്രശ്നത്തെ വലുതായി കാണും. ഞാൻ പറയട്ടെ, പ്രശ്നമല്ല വലുത്, അതിന് പരിഹാരം തരുന്ന ദൈവമാണ് വലുത്. ചേർന്ന് പാടി, എന്നുള്ളമേ സ്തുതിക്കാം, നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം. അക്കരം ചേർത്തടിച്ച് പാടി.
ആത്മാവുമായി ഒന്ന് കണക്ട് ആയിക്ക്. ഇതിൽ തൊടുന്ന ദൈവത്തിനെ നിങ്ങൾ വെളിപ്പെടുത്ത്. അന്ധകാര മണ്ഡലങ്ങളും ഈ പല തകരപ്പെടുത്ത് കുഞ്ഞുങ്ങൾ ശക്തരായ ആത്മാവിൽ ആരാധിക്കട്ടെ. Thank you, Holy Spirit. Hallelujah. Hallelujah. ആ കരവും ശബ്ദമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം കൊടുത്താണ്. എബ്രായലേഖനത്തിൽ വായിക്കുന്നു, ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമായിരുന്നു. അവിടെ അവർക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലെന്ന് കണ്ടു. ഒരു കാര്യം ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുക, ഇവിടെ എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? ഒന്നുമില്ല. പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കട്ടെ. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം വിടാൻ പറ്റിയില്ലെങ്കിൽ പിടഞ്ഞു വീണ് മരിക്കുന്നവനാ മനുഷ്യൻ. മനുഷ്യൻ എന്ന വാക്കിനെ മനനം ചെയ്യുന്നവനെന്നാണ്, മരിച്ചു പോകുന്നവനെന്നാണ്. കുവൈറ്റിൽ നീരറ്റുപുറത്തുള്ള ഒരു കുടുംബത്തിൽ, മുളക്കിലെ കുടുംബത്തിലെ 4 അംഗങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് അവർ ചെന്നതുള്ളൂ. പിറ്റേ ദിവസം അവർ താമസിച്ച ബിൽഡിങ്ങിന് തീ പിടിച്ചു. തൊട്ടക്കരെയുള്ളത് 4 പേര് കരിഞ്ഞു ചാമ്പലായിപ്പോയി. ദൈവം സൂക്ഷിച്ചില്ലേ? ദൈവം കരുതിയില്ലേ? ആലയത്തിൽ വന്ന് വായുടെ ചെങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? ഓരോ നിമിഷവും ദൈവത്തിന്റെ കരുതൽ അറിയുമ്പോൾ അന്തരീക്ഷം മറന്നു ദൈവത്തെ സ്തുതിക്കും, സ്ഥലകാലം മറന്നു ദൈവത്തെ ആരാധിക്കും. അവൻ വിടുവിച്ച വിടുതൽ ഓർത്തുകൊണ്ട് ലോറിയുമായി പോയൊരു ചെറുപ്പക്കാരൻ മണ്ണിടിഞ്ഞ് മണ്ണിനടിയിൽ കിടക്കുക. ഇപ്പോഴും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ബെൻസ് ലോറിക്കകത്തവൻ കിടക്കുക. ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്, മൊബൈലിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക. സഹോദര, ദൈവം നിന്നെ കരുതിയില്ലേ? സഹോദരി, ദൈവം നിന്നെ കരുതിയില്ലേ? ആ കരുതൽ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ സകലതും മറന്ന് ആരാധിപ്പാൻ ദൈവത്തെ കൊണ്ടുവന്നില്ലേ? അവന്റെ വിശ്വസ്തതയ്ക്കാൻ ഒരിക്കൽ കൂടെ കൈവച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പാട്ടോടെ ചേർന്ന് പാടി ആത്മാവ് ദൈവത്തെ ആരാധിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ.
വീണ്ടും നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം പകൽ നമ്മുടെ നടുവിലുണ്ട്. തുറന്നുള്ള ശുശ്രൂഷകളിൽ ദൈവം മഹത്വം വീണ്ടും വെളിപ്പെടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട, ദൈവം നമ്മുടെ സംസാരിക്കേണ്ടതിന് സകല വിഷയങ്ങൾ വഹിച്ചുകൊണ്ട് ഇവിടെ ബെന്നി തോമസ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവെ, രാവിലെ വിശുദ്ധ സഭായോഗം കർത്താവെ അനുഗ്രഹമായിട്ട് ആരംഭിക്കുവാനൊക്കെ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവെ. വിശേഷാൽ കർത്താവെ, മുമ്പോട്ടുള്ള ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കർത്താവെ സെക്കൻഡിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവെ അവിടെ ഞങ്ങളെ ഇവിടെ വിട്ടുമാറാതെ വേണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളോട് കൂടെ ഇരിക്കുവാനാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ കർത്താവേ, സമാധാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അനുഗ്രഹിച്ചു പ്രവർത്തിക്കുന്നു കർത്താവേ. എന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു, ശക്തിയോട് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മേശ ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ കർത്താവേ. കർത്താവേ സ്തോത്രം. ആ മേശയിൽ കർത്താവെ ഞങ്ങൾ പങ്കുകൊള്ളുവാനൊക്കെ വേണം. ഇത് കർത്താവെ ശാപത്തിനല്ല, അനുഗ്രഹത്തിന് കർത്താവ് കാരണമാക്കി തീർക്കണമേ. മരണത്തിനല്ല കർത്താവെ, ജീവന് കർത്താവ് കാരണമാക്കി തീർക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മരണത്തെ മനുഷ്യൻ ഭയത്തോടാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. മരണ വീടെന്ന് പറയുന്നത് ഒരു തണുത്ത അന്തരീക്ഷമാണ്, വിറങ്ങലിച്ച അന്തരീക്ഷമാണ്. ബന്ധുക്കൾ, ചാർച്ചക്കാർ, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കൂടെ ജീവിച്ചവരും, 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിച്ചവരും, 1 കോടിയുടെ വീട് വെച്ചവരും, 10-70 ലക്ഷം രൂപയുടെ വാഹനങ്ങളിൽ സഞ്ചരിച്ചവരെല്ലാം വിറച്ചു കിടക്കുന്ന ഒരു പെട്ടി. ആ പെട്ടിയുടെ പേരാണ് ശവപ്പെട്ടി. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ശവപ്പെട്ടി എന്ന വാക്കുകൊണ്ടാണ്. അങ്ങനെ യോസേഫ് മരിച്ചു. അവർ അവനെ സുഗന്ധവർഗമിട്ട് എവിടെ വെച്ചു? പെട്ടിയിൽ വെച്ചു. വെറും പെട്ടിയല്ല, ശവപ്പെട്ടി. പക്ഷെ പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത് ഒരു വലിയ പുറപ്പാടാണ്. ഉൽപ്പത്തി പുസ്തകം ശവപ്പെട്ടി കൊണ്ട് അസ്തമിച്ചുവെങ്കിൽ പുറപ്പാട് പുസ്തകം ഒരു വലിയ പുറപ്പാടാണ്. ഒരു ഭക്തനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ 25-ലധികം ലക്ഷം വരുന്ന ആളുകളെ കൊണ്ട് മോശ പുറപ്പെടുകയാണ്. ആസന്റെ ഭാവിയിൽ ഒരു വലിയ പുറപ്പാട് വരാൻ പോവുകയാണ്. ഏതാണ് പുറപ്പാട്? യേശു കാഹളമൂതുമ്പോ കല്ലറകൾ തുറക്കും, മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അടുത്ത വാക്യം, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. ഒന്ന് പറഞ്ഞാട്ടെ, എവിടെ എടുക്കപ്പെടുന്നത്? കുറച്ചുകൂടെ ശബ്ദത്തിൽ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയാൻ കാരണം? ആർക്കെങ്കിലും പറയാമോ? ഒരു മേഘം വന്ന് അവനെ മൂടി, അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു പോയപ്പോൾ ഒരു മേഘം വന്ന് മൂടി പോവുകയാണെങ്കിൽ അവൻ തിരിച്ചു വരുന്നതും ആ മേഘത്തിലായിരിക്കും. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുക. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ മരണത്തെ ഭയത്തോടാണ് കാണുന്നത്. മരണ വീട്ടിൽ പോകുമ്പോൾ ഭയമാണ്. ദൂരെ നിന്ന് കണ്ടിട്ട് ഭയപ്പെട്ടു പോകുകയാണ്. പക്ഷെ മരണത്തെ ജയ് വിളിച്ച ഒരാളുണ്ട്, അത് എന്റെ യേശുവാണ്. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ജീവിക്കും എന്നുള്ള പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുക അല്ലേ? കണ്ടിട്ടില്ലേ? ചില മരണ വീടുകളിൽ, ദൈവമില്ലാത്ത ചില മരണ വീടുകളിൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അക്കരെ നാട്ടിലേക്ക് വിട്ടിട്ട് വരെ ഉണ്ട്. പ്രാണൻ പോകാതെ കിടക്കുന്ന മാസങ്ങളായി, വർഷങ്ങളായിട്ട് ദൈവമേ തിരുഹിതം വെളിപ്പെടാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. ചില ആളുകൾ മരിക്കുമ്പോൾ കണ്ണൊക്കെ പുഷ്ടി കൊണ്ട് ഉന്തും, ചിലരൊക്കെ കട്ടിലൊക്കെ മുറുകെ പിടിക്കും, വിഴികളൊക്കെ മുറുകെ പിടിക്കും, ദേഹത്ത് മാന്തി കീറും. വല്ലാത്ത വികൃതമായ മരണമാണ്. പക്ഷെ ഒരു ഭക്തന്റെ മരണം, ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ആമീൻ. നമുക്കറിയാം, ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞൊരു വിശ്വാസമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹേ മരണമേ, നിന്റെ മരണത്തെ പുഞ്ചിരിയോട് സ്വീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇന്ന് പകലും മരണത്തെ ഭയമില്ലെങ്കിൽ ഒന്ന് ഹേ എന്ന് പറഞ്ഞാട്ടെ. ഹേ മരണമെന്നൊന്ന് പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. ആർത്ത് വിളിച്ചെന്ന് പറഞ്ഞാട്ടെ. ഹേ എന്ന് പറഞ്ഞ ഹേ. നമ്മൾ പാടി ആരാധിച്ചത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഹേ എന്നുള്ള വെല്ലുവിളിയോടുകൂടി പാടി നമ്മൾ ആരാധിച്ചത്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള കുത്തേക്കുന്നത് ഭയങ്കര വേദനയാണ്. പക്ഷെ ഒരു ഭക്തന്റെ മരണം സുഖകരമായ മരണമാണ്. ഞാനിത് പറയാനുള്ള കാരണം,
മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഞാൻ കാത്തിരിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കാം. പാതാളമേ മരണമേ നിന്നുടെ ജയമിവിടെ. കൈയടിക്കുന്നെങ്കിൽ നന്നായി കൈയടിച്ച്, സ്തോത്രം പറഞ്ഞെങ്കിൽ നന്നായി സ്തോത്രം പറഞ്ഞ്, നൃത്തം ചെയ്ത് ഈ സഭയിൽ ആരാധിക്കാൻ ഫ്രീഡം ഉണ്ട്. നൃത്തം ചെയ്ത് ആരാധിക്കണം, നൃത്തം ചെയ്ത് ആരാധിക്കാം. മുഴങ്കാലുകൾ ഇരിക്കണമെങ്കിൽ, മുട്ട് വീട് കിടക്കണമെങ്കിൽ ആരാധനയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ചേർന്ന് പാടി ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക.
മരണമേ നിങ്ങളുടെ ചെയ്യപ്പെടേ കുഞ്ഞാട്ടിന്റെ സഹായം ഒന്ന് പറഞ്ഞേ. ഓ മാതാവേ മരണമേ നിങ്ങളുടെ ചെയ്യപ്പെടേ കുഞ്ഞാട്ടിന്റെ ഓട്ടവൻ ഒരിക്കലും ഓർക്കപ്പെട്ടേ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി രണ്ട് കൈകളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവന്റെ കൈകളിലേക്ക് നിന്റെ കൈ ഒന്ന് കൊടുത്തിട്ട് ഉയരത്തിലെ ഒരു കൈ നിന്നെ പിടിക്കാറുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ പറയുന്നു, ഇതിനകത്ത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. നീ കുറെ ആഴ്ചകളായി നിന്റെ വീടിനകത്ത് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. കർത്താവ് നിന്നെ നോക്കി പ്രവചിച്ചു പറയുകയാണ്, നീ തിരിച്ചു പോകുമ്പോൾ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞവനായി നിന്നെ തിരിച്ചയക്കുന്ന ഒരു വിടുതൽ. ഉയരത്തിന്നൊരു കൈ നിന്നെ തൊടാൻ പോവുകയാണ്. ആ കൈ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ കൈയിൽ മറ്റൊരു കൈ പിടിക്കാൻ പോവുകയാണ്. നീ വീഴാൻ അവൻ അനുവദിക്കത്തില്ല, നീ തകരാൻ അവൻ അനുവദിക്കത്തില്ല. അപ്പന്റെ കരുത്തിലേക്ക് നിന്റെ ബലഹീനമായ കൈ ഒന്ന് കൊടുത്തേ. അതെ, മുറുകെ പിടിക്കുന്ന ഒരു കൈ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിന്റെ വീടിനകത്ത് നീ സങ്കടപ്പെട്ട ചില വിഷയങ്ങൾ, ആരോടും പറയാൻ കഴിയാതെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങൾ, കൂടെ കിടന്നുറങ്ങുന്ന ആളിനോട് പോലും പറയാൻ കഴിയാതെ നീ അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ കർത്താവ് കണ്ടു. ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കട്ടെ. ആറില്ലവൻ പറക്കില്ലവൻ ഭയമില്ലവൻ ഉറക്കില്ലവൻ മാറില്ലവൻ. നിന്നെ മറക്കുന്നവനല്ല. ഭയമില്ലവൻ ഉറക്കില്ലവൻ. ഏത് ദൈവം? ഈ ദൈവം. സമുദ്രം അതിന് കിടന്നു വരാതെ അതിന് നിയമിച്ചു. ഒരിക്കൽ കൂടെ ആഹാരം കൊടുക്കുന്നവൻ, ഭൂമിയിലെ കൊടിയ നാഴി കൊള്ളിക്കുന്ന ദൈവം. അതൊന്ന് നോക്കിയത് കൊടുത്ത് 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ സ്വരമൊന്ന് കർത്താവ് കേൾക്കട്ടെ. പാറയുടെ പിളർപ്പിലും കടുതൂക്കിന്റെ മറവിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ആരാ നിന്നെ മുറിച്ചത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? നീ എന്താ ഉൾവലിഞ്ഞു പോയത്? ആര് കാണണ്ടെന്നെ, ആരും എന്നെ തിരിച്ചറിയണ്ടെന്ന് പറഞ്ഞ് ഒരു അഭിഷേകമുള്ള നീ ഉൾവലിഞ്ഞു പോയി പലയിടത്തും. പക്ഷെ ഇന്ന് മകൻ പ്രവചിച്ച് പരിശുദ്ധ പറയുകയാണ്, പാറയുടെ പിളർപ്പിലും കടുതൂക്കിന്റെ മറവിലിരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് ഒതുക്കുക.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് എന്തോ 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 അസാധാരണമായ ഒരു സാന്നിധ്യം ഇപ്പോൾ ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. ചിലരെ കർത്താവ് ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിക്കുന്നത് പോലെ അഭിഷേകം കൊണ്ട് നിന്നെ പുതപ്പിക്കുന്നതിനെ കാണിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ അഭിഷേകം ഇറങ്ങിയ, ഇപ്പോൾ തന്നെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. നട്ടലിന്റെ നടുവിന്റെ വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. സൗഖ്യം പിടിച്ചു. ദൈവശക്തിയുടെ മേൽ ശക്തിയോട് വെളിപ്പെടുന്നു. അഭിഷേകം ഇറങ്ങുന്നു. അഭിഷേകം. എനിക്കറിയില്ല ഈ പാട്ട് നിങ്ങളെ കൊണ്ട് പാടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യം ഇപ്പോൾ ഈ ഹോളിനകത്ത് വെളിപ്പെടുകയാണ്. ദിവസങ്ങളായി മാസങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രോഗക്കെട്ടുകൾ ഇതിനകത്ത് അഴിക്കാൻ പോകുക. നിന്ന ദൈവം മാറ്റാൻ പോകുക. തലമുറ വിഷയത്തിലുള്ള നിന്ന ദൈവം മാറ്റാൻ പോകുക. ഏറ്റെടുത്ത് ആരാധിച്ചു. ഈ ചർച്ചയിൽ കാലുകുത്തിയ നിമിഷം തലമുറ വിഷയത്തിൽ എന്തോ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു ചില ചോദ്യങ്ങൾ. മക്കളുണ്ടോ? തലമുറയുണ്ടോ? പിള്ളേരെന്തായി? വിവാഹം കഴിച്ചോ? ഭാവി വിഷയത്തിൽ എന്തോ കർത്താവ് പറയുന്നു. ഞാൻ ഇന്ന് പകൽ IPC രംഗബോധ ചർച്ചിനോട് ഇടപെടാൻ പോകുക. ആന്തരിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഒഴിവ് സംഭവിക്കട്ടെ. യൂട്രസിനെ കർത്താവ് തൊടുന്നു. അത്ഭുതം ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തളർന്ന് ക്ഷീണിച്ച് ഓടാൻ കഴിയാതെ വേട്ടയാടപ്പെട്ടൊരു മൃഗത്തെ പോലെ നീ ഇന്ന് പകൽ വന്നിരിക്കുന്നെങ്കിൽ നിന്റെ മേലൊരു കരുത്ത് ദൈവം തരാൻ പോകുക. എല്ലാവരും കൈ ഉയർത്തിയ ഒരു നിമിഷം ഒന്നാണ്. ശാന്തമാണ്. ഒരു സ്തോത്രം നാം പറയുന്നില്ല, ഒരു ഹല്ലേലൂയായി പറയുന്നില്ല. പക്ഷെ ഒരുവൻ ഇതിന്റെ നടുവിലുണ്ട്. എനിക്ക് അവനെ കാണാം. അവൻ പാറത്ത് പൊൻകച്ച കെട്ടി കാലുകളിട്ട് ചുറ്റു പഠിപ്പിച്ചു വെള്ളോട്ടൊരു സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തി നമ്മുടെ സഭയിൽ അവനുണ്ട്. അവന്റെ വലിയ സാന്നിധ്യം ആ ലൈൻ ഒന്ന് പാടാൻ പോവുകയാണ്. ഏത് ദൈവമാണ്? സൃഷ്ടാവായ ദൈവം, മനുഷ്യനെ ഉണ്ടാക്കിയവൻ, അത്ഭുതങ്ങൾ ചെയ്യും, വീര്യപ്രവർത്തികളെ ചെയ്യും, കാൽവറി മരിച്ചവൻ പറയുന്നു ഈ ദൈവം എന്റെ യു ആർ മൈ ലോർഡ്, യു ആർ മൈ റെഫ്യൂജ്, യു ആർ മൈ ഹീലർ, യു ആർ മൈ സ്ട്രെങ്ത്. കർത്താവ് നീ എന്റെ ശക്തിയാണ്, നീ എന്നെ പിടിപ്പിക്കുന്നവനാണ്. ആ കൈമെല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ ദൈവം എന്റെ ദൈവം, എനിക്കറിയത്തില്ല. ആ പാട്ട് പാടുമ്പോൾ ഭയങ്കര വിടുതലകത്തുണ്ട്. ഈ ദൈവം എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ വന്നതുകൊണ്ട് നന്ദി. സകലതും മറന്നങ്ങെ സ്തുതിപ്പാൻ അകത്ത് തീ കത്തട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അതിൽ നിന്നുകൊണ്ട് 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ ആരാധിക്കാം. 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ ആരാധിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ള നഗരോദ്ഗ്രഹം പറയട്ടെ. എനിക്കത്തിൽ ഞാൻ യഹോവ വിളിച്ചപേക്ഷിച്ച് യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി.
എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അവർ എന്നെ വളഞ്ഞു, അതവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു. ഞാൻ വീഴുവാൻ തക്കവണ്ണം നിന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കിൽ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിൽ എനിക്ക് തുറന്നിരുവി, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. എനിക്ക് ഉത്തരമറിയ രക്ഷയായി തീർന്നിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളുള്ള യാഗപുഷ്പനെ കയറുകൊണ്ട് കെട്ടുവീ. അടുത്ത വാക്യം ഒന്നിച്ച് ചേർന്ന് വായിച്ചിട്ട്, അവൻ നല്ലവനല്ലോ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാക്കിയ സ്തോത്രം ചെയ്യുക. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. വൈദികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട് കർത്താവ് ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കാം. ഉണങ്ങിപ്പോയി എന്ന് കരുതി വലിച്ചെറിഞ്ഞ കമ്പിനെ ഞാൻ എന്റെ വടിയാക്കി മാറ്റിയതുപോലെ ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദനകൾ, നീ ചുമന്നുകൊണ്ട് നടന്ന ഭാരങ്ങൾ ഞാൻ ഇറക്കി വെക്കാൻ പോവുകയാണ്. നിന്റെ വിഷയങ്ങൾ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, വിടക്കം നിന്നയുടെ മുമ്പിൽ ഞാൻ കരിന്തിരികളെ മുറിച്ച് നിന്റെ വിളക്കിൽ ഞാൻ എണ്ണ പകരാൻ പോവുകയാണ്. ഞാൻ നിന്നെ പാനപാത്രമാക്കി മാറ്റാൻ പോവുകയാണ്. ഉടഞ്ഞുപോയി, തകർന്നുപോയി, പണിയാൻ കൊള്ളത്തില്ലെന്ന് കരുതി മാറ്റിയിട്ട പാത്രത്തെ എനിക്ക് ഉപയോഗമുള്ളതാക്കി മാറ്റിയതുപോലെ ഉപയോഗമുള്ളൊരു പാത്രമാക്കി ഞാൻ നിന്നെ തീർക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് സ്തോത്രം. അവരുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, അവരുടെ കാലച്ച ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ നടുവിലൂടെ നടക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ദൈവം കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം. വിശേഷിയാൽ ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് യുകെയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട കത്തുദാസി സിസ്റ്റർ ഷില തോമസ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. യഹോവ ജിരെ IBC UK ചർച്ചിൽ സജീവമായി പങ്കെടുക്കുകയും ദൈവം അയക്കുന്ന അനവധി ഇടങ്ങളിൽ പോയി കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. യൂത്ത് സർവീസിൽ നല്ലൊരു മെസ്സേജ് ദൈവദാസിയിലൂടെ ദൈവം നമുക്ക് തന്നു. ഇന്ന് പകൽ നമ്മുടെ സഭായോഗത്തിലേക്ക് ദൈവദാസിയെ കരങ്ങളെ തട്ടി നമുക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്ന വൺ ഡേ മീറ്റിംഗിൽ പരിശുദ്ധം അവിടെപ്പെട്ടതാണ്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ ചർച്ചിനകത്ത് പുതിയ കുടുംബങ്ങൾ കടന്നു വരും. ഇന്ന് പകലും ചില കുടുംബങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് കൈ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. തുടർന്ന് ദൈവത്തിന്റെ ദാസിക്ക് ശുശ്രൂഷിക്കാൻ സമയം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയം ഇന്ന് മുന്നോട്ട് പോയെങ്കിലും നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ചില ആളുകൾ പനിയായിട്ട് ഭാരപ്പെടുന്നു. എനിക്ക് തോന്നുന്നു 10-ലധികം ആളുകളോട് ഇനി വരാനുണ്ട്. നമ്മുടെ അതിരുകൾ ദൈവം വിശാലമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഹോൾ ഫില്ലായി കഴിഞ്ഞു. അടുത്തൊരു ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ചേർന്ന് ആമേൻ പറയണം. ദൈവം നമ്മുടെ അതിരിനെ വിശാലമാക്കാൻ പോവുകയാണ്. കൂടാരത്തിന്റെ കുറ്റികളെ ദൈവം നീട്ടിയടിക്കാൻ വേണ്ടി പോവുകയാണ്.
കൂട്ടമായി ആളുകൾ ചർച്ചിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു സാധാരണ സഭയല്ല, ഇതിനകത്ത് ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് സുനിലും ആമേൻ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്റെ ഒരു പഴയ സുഹൃത്തിൽ ഒരാളാണ്. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെയും കൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്നത്, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. ബെന്നി തോമസ് പുളിക്കീഴ് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ നടുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുറന്ന വചന ശുശ്രൂഷയ്ക്കായി കർത്തൃദാസിയെ 2 കരങ്ങളും അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. Praise the Lord. Hallelujah. സ്തോത്രം. ഞാൻ ഈ ആലയത്തിൽ കടന്നു വന്ന് ഇവിടെ ഇരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു ദർശനമുണ്ടായിരുന്നു. അത് ഈ സഭയോടുള്ളൊരു ദൂതാണ്. ദേവദാസൻ I don't know how I'm explaining. ഇംഗ്ലീഷിലായാലും കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കൃഷി ചെയ്യുവാൻ നമ്മൾ വിത്തൊക്കെ പാകി നടുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഞാനിങ്ങനെ കാണുന്നത്. നിലം നന്നായി റെഡിയായിരിക്കുന്നു, ആ വിത്ത് ഇങ്ങനെ തിരിച്ച് നടത്തില്ലേ, അതാണ് അതിൻ്റെ റൈറ്റ് വേർഡ്. മലയാളം അത് നടുന്നത് പോലെ ദൈവം പല കുടുംബങ്ങളെ ഈ ആലയത്തിൽ ദൈവം നടും. ഹല്ലേലൂയ. അത് 30, 60, 100 മേനിയുമായി ഹല്ലേലൂയ ഈ ദേശത്തിന് ഒരു വലിയ ഒരു അനുഗ്രഹമായി ഈ ആലയത്തെ ദൈവം കണ്ടതിനായി സ്തോത്രം. ഞാൻ എവിടെ ചെന്നാലും ദൈവം ആ ആലയത്തിനോടുള്ളൊരു ദൂത് തമ്പുരാൻ തരാറുണ്ട്. സോ അത് ഇവിടുത്തെ അതിലെ ഒരു ദൂതാണ്. നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കാരണം കർത്താവിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ ദൈവജനം ഒരുമിച്ച് കൂടും. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവമക്കളൊക്കെ ഒന്ന് കരങ്ങളെ ഉയർത്തിയാട്ടെ. അനേകർ ഈ ദേശത്ത് ഈ ദൈവത്തെ അറിയുവാനുണ്ട്. അവർ കടന്നു വന്ന് ഈ വെളിച്ചം ഇവിടെ എന്താണ് എന്ന് അറിയത്തക്ക രീതിയിൽ ഇതിന്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ഹല്ലേലൂയ സ്വർഗീയ ആ കരങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ വാഴ്ത്താം. ദൈവത്തിന്റെ മഹാപദ്ധതി നമുക്ക് അതിനെ റിസ്ട്രിക്ട് ചെയ്യരുത്. നിങ്ങൾ ഹല്ലേലൂയ വിശ്വാസത്താലെ അത് ഹല്ലേലൂയ നിങ്ങൾ സ്ഥലം കണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീരുക്കളെ ദൈവത്തിന് വേണ്ട, ധൈര്യമുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞതുപോലെ, യൂത്ത് സർവീസിൽ പറഞ്ഞതുപോലെ UK കടന്നുപോയി 34 വർഷമായി. നീണ്ട 18 വർഷം ഏകയായ വിശ്വാസത്തിൽ വന്നു എന്ന് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ തന്നു. എന്നെ ഒരിക്കലും വിശ്വാസത്തിൽ മുമ്പോട്ട് വിടുകയില്ല, എന്നെ പുറമോട്ട് വലിക്കുന്ന ഒരു ഫാമിലി ലൈഫിൽ നിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അതിന് വളരെ എതിരായിരുന്ന ഒരു ജീവിത പങ്കാളിയായിരുന്നു. മദ്യത്തിനെല്ലാം കീഴ്പ്പെട്ടു പോയ ഒരു മനുഷ്യൻ. എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ ആ അധ്യായം ഞാൻ അടയ്ക്കുകയാണ്. കാരണം എൻ്റെ ദൈവത്തിന്റെ മഹാപദ്ധതി അവിടെ വെളിപ്പെട്ടതിനായി സ്തോത്രം. ദൈവം അങ്ങനെ എന്നെ പുറത്തിറക്കി ഒരു ശുശ്രൂഷയുടെ ഒരു ആ സ്റ്റേജില് തമ്പുരാൻ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ പല സുഖങ്ങളും പല അനുഗ്രഹങ്ങളും പല ലോകത്തിന്റെ ചടങ്ങുകളും മുഴുവനും ദൈവം എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ അവന് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി മാറ്റുവാൻ കഴിയത്തുള്ളൂ. അതായിരുന്നു ദൈവത്തിന്റെ മഹാപ്ലാനും ആ ഒരു പ്ലാനൊക്കെ. നീണ്ട 18 വർഷം കഴിഞ്ഞാണ് ഞാൻ പ്രോപ്പറായിട്ട്, എനിക്ക് തന്നെ അറിയത്തില്ല വിശ്വാസത്തിൽ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന്. കാരണം ഞാൻ മാർത്തോമാ സമുദായം നേരത്തെ പറഞ്ഞതുപോലെ 3 സഹോദരന്മാർക്ക് ഒരേ ഒരു സിസ്റ്ററാണ്. ഏറ്റവും 4ാമത്തെ മകളായി ജനിച്ചു വളർന്നവൾ, തമിഴ്നാട്ടിൽ വളർന്നവൾ, ദൈവമാറെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കാത്ത ഭവനം. വല്ലപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിന്റെ ഒക്കെ ഒരു സമയത്ത് വേദപുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന ഒരു അമ്മയെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവല്ല. ഹല്ലേലൂയ. പക്ഷെ എവിടെയൊക്കെയോ ദൈവത്തിന്റെ സ്നേഹം തേടി വന്നത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ഈ മാർഗത്തിൽ വന്നു. 9 വയസ്സ് മുതലേ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. നിരന്തരം കേൾക്കുന്ന ഒരു ശബ്ദം. ഇതുപോലത്തെ കൊച്ചു പ്രായത്തില് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്റെ പിതാവ്, ഞാൻ 6 മാസമായപ്പോൾ വെളിരാജ്യങ്ങളിൽ പോകുവാൻ തുടങ്ങിയ ജോലിയുടെ ബന്ധത്തോടു കൂടെ സിംഗപ്പൂർ, മലേഷ്യ, സൗദി അറേബ്യ, അവസാനം UK വന്നു. ലാസ്റ്റ് അവിടെയായിരുന്നു മരണം. സോ ഈ ഒരു യാത്രയുടെ ഇടയിൽ ഒരു പിതാവിന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാതെ വളരെ വേദനയിൽ കടന്നുപോയ ഒരു യങ് ഏജ് പ്രായമാണ്. 21ാമത്തെ വയസ്സിലാണ്
സ്വർഗത്തിന്റെ ആ ഉന്നത വിളി കേൾക്കുമ്പോൾ ഞാൻ നിന്നോട് നിന്റെ എല്ലാ സാഹചര്യങ്ങളിലും 9 വയസ്സ് മുതലേ നീ എന്റെ ശബ്ദം കേട്ടവളല്ലയോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ദൈവമേ, നീ അന്നു മുതലേ എന്നോട് നിലവിളിച്ചുവെന്നും നീ എന്നോട് സംസാരിച്ചുവെന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നുള്ള. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്താന്ന് വെച്ചാൽ, അനേകരോട് ദൈവം നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുഗ്രഹങ്ങളെ നമുക്ക് തക്ക സമയത്ത് അതിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു സത്യമാണെന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ ശബ്ദം പൂർണ്ണമായി കേൾക്കുവാൻ കഴിയുമെന്ന് ഈ പുസ്തകം ഉയർത്തിക്കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും. ഒരു മനുഷ്യരെയും ദൈവം കൈവിടുന്ന ഒരു ദൈവമല്ല. അവനെ വിളിച്ച് അപേക്ഷിക്കുന്നവരെ ദൈവം ഒരു നാളും അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല എന്ന് ഈ പുസ്തകം പറയുന്നത് സത്യമാണ്. ഹല്ലേലൂയ. അതിനെ മുറുകെ പിടിക്കുവാൻ ഇന്ന് ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിലാണ് ആലയത്തിന്റെ ഒരു ദർശനം കർത്താവ് തരികയാണ്. ഒരു ചെറിയ 2 സഹോദരിമാരിൽ നിന്നും ആരംഭിച്ച ഒരു കൂട്ടമാണ്. ഒരു ചെറിയ ഒരു വിമൻസ് ഫെലോഷിപ്പായിട്ടാണ് 2016 ഇത് ആരംഭിക്കുന്നത്. 2017 ആളുകൾ ഇങ്ങനെ കൂടി വന്നപ്പോൾ, സഹോദരിമാര് 2, 3, 8, 10, 18 ഒക്കെ ആയി വന്നപ്പോൾ അതിനെ ഒരു ആലയമായി അല്ലെങ്കിൽ ഒരു സൺഡേ വർഷിപ്പായിട്ട് നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹിച്ചു. ദൈവത്തിന്റെ ആലോചന പ്രകാരം അങ്ങനെയാണ് ഒരു IPC സഭയ്ക്ക് ഉടൽ കൊടുക്കുവാൻ സ്വർഗം സഹായിച്ചത്. IPCയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്നും ഇത് 8ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ കടക്കുന്നത്. സോ ഇതാണ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഒരു സഭയുടെ നേതൃത്വം കൊടുത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടതുണ്ടെന്നുള്ളതൊന്നും ഞാൻ നിങ്ങളോടൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് പല പ്രമാണികളുടെ മുൻപിലും ദൈവം നിലനിർത്തുന്ന അവന്റെ അത്യന്ത കൃപയ്ക്കായി സ്തോത്രം. ഞാനല്ല നിൽക്കുന്നത്, എനിക്ക് ഒരു കഴിവുമില്ല. എന്റെ ദൈവത്തിന്റെ പ്ലാനിൽ ആയതുകൊണ്ട് എന്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകുകയാണ്. ഒരു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് കർത്തൃമേശ ഉണ്ടായതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല. ഹബക്കൂക്കിന്റെ പുസ്തകം 2ാം അധ്യായം അതിന്റെ 3, 4 വാക്യം വായിച്ചാട്ടെ. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നിന്നും അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ആമേൻ. ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് താമസിക്കുകയില്ല, വരും നിശ്ചയം. ഈ വേദപുസ്തകം എത്ര ശക്തിയുള്ളതാണ്. അവന്റെ ഓരോ വാക്കുകൾ അതിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെയും എത്ര ശക്തിയുള്ളതാണോ, ദൈവം എത്ര സർവശക്തനെന്ന് നമ്മൾ എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവന്റെ ഓരോ വാക്കുകൾക്കും ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ മഹത്വത്തിൽ നമ്മൾ ഇന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ ഒരു ചെറിയൊരു സന്ദേശം മാത്രം. ഈ ഹബക്കൂക്കിന്റെ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഒരു പ്രവചന പുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു പ്രവചന ഭാഗമാണ്. ഹബക്കൂക്കിന്റെ അർത്ഥം തന്നെ ക്ലിങ് എന്നുള്ള അർത്ഥമാണ്, അതായത് പറ്റിച്ചേർന്ന് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. ഈ ഒരു പുസ്തകത്തിന്റെ ഈ ഒരു പ്രവചന പുസ്തകത്തിൽ മാത്രമാണ് ഈ പ്രവാചകൻ അനേക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദൈവത്തോട് യാചന അല്ലെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമായും ഈ പ്രവചന പുസ്തകം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഹബക്കൂക്ക് ആ ഇസ്രായേൽ ജനത്തിന്റെ ആ കഷ്ടപ്പാടിന്റെ നടുവില് എന്താണ് കർത്താവേ ഇസ്രായേൽ ജനം ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് ആ നിലവിളിക്കുന്ന അന്തരീക്ഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ വരുന്ന ആ വേദനയോടൊരു നിലവിളിയാണ് അത്. ഇവിടെ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പലരും പറയും ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്, അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അതുപോലെ തന്നെ എടുത്തോണം എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നു, എന്റെ യേശുപ്പച്ചൻ എന്നെ പഠിപ്പിച്ചത് ഒരു അബ്ബ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്വം തന്ന രാജാവിന്റെ മുൻപില് ഒരു മകൾ എന്നുള്ള രീതിയിൽ എന്റെ അപ്പന്റെ മുൻപിൽ ചെന്ന് ആ സിംഹാസനത്തിന്റെ കരുണയുടെ മുൻപിൽ ചെന്ന് എന്റെ ദൈവത്തോട് എന്റെ അപ്പച്ചനോട് എനിക്ക് ചോദ്യം ചോദിക്കുവാൻ എനിക്ക് കഴിയും. എന്താ അപ്പച്ച ഇങ്ങനെ അല്ല, എന്റെ ഭൗതികമായ കാര്യങ്ങളിലല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ദൈവത്തോട് എനിക്ക് ചോദിക്കാൻ
ചോദിക്കാൻ കഴിയും, കർത്താവേ, എന്നെ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ, എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തില്, എന്റെ കുടുംബത്തില് ദൈവത്തിന് വിരോധമായി എന്താണ് ഈ നടക്കുന്നത്? എവിടെയാണ് ദൈവപ്രവൃത്തി ബ്ലോക്കായി കിടക്കുന്ന കർത്താവേ? എവിടെയാണ് ദൈവത്തിന്റെ വിടുതല? എന്റെ ജനം കാണേണ്ടത്, നിന്റെ ജനം കാണേണ്ടതിന്, എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതിന്, നിന്റെ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ കാണേണ്ടതിന് എന്താണ് കർത്താവേ തടസ്സം ഞങ്ങളുടെ ഇടയിൽ എന്ന് ചോദിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. പലപ്പോഴും എന്താന്നുള്ള രീതിയിൽ നമ്മളിരിക്കും. നമ്മുടെ വീട് കെട്ടാനും, നമ്മുടെ വീട് ഭവനം നന്നാക്കുവാനും, എന്റേതായ കാര്യങ്ങളിൽ മക്കളെ അവിടെ വിടാനും ഇവിടെ വിടുവാനും, വീടിന്റെ ഉയർച്ച ഒന്നും കൂടെ മേലിൽ കൂട്ടുവാനും, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ ശത്രു അകത്ത് ഓൾറെഡി ഹല്ലേലൂയ കയറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഇവിടെ ഇതേ ചോദ്യമാണ് ഹബക്കൂക്ക് ചോദിക്കുന്നത്, കർത്താവേ, വാട്ട് ഈസ് ദിസ്? ഇതെല്ലാം കണ്ടപ്പോൾ യഹോവയായ ദൈവം മറുപടി പറഞ്ഞു 2-ാം അധ്യായത്തില്, നീ താഴെ ഈ ജെറുസലേമിൽ മാത്രമാണ് നിന്റെ കണ്ണ് കാണുന്നത്. നീ പുറത്തോട്ട് ഒന്ന് തുറന്നു നോക്കുക, ഞാൻ ഓൾറെഡി പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന്. ഈ പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ ബാബിലോണിയ പ്രവാസത്തിലോട്ട് കയറിപ്പോകുന്ന ഇസ്രായേൽ ജനത്തിന് ആ രാജാക്കന്മാരുടെ കരങ്ങളിൽ ഓൾറെഡി ദൈവം ഏൽപ്പിക്കുവാൻ അവന്റെ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലവിധമായ അന്യദേവന്മാരുടെ ആരാധനകളും ദൈവത്തിൽ നിന്നും അകന്നുപോയി നിൽക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനങ്ങൾ മുഴുവനും വീണുകൊണ്ടിരിക്കുന്നതും വിശ്വാസ ജീവിതത്തിൽ നിന്നും പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് വേദന ഉള്ള എത്ര ദൈവമക്കളുണ്ട് ഇതിന്റെ അകത്ത്. കാരണം ഞാൻ അത് ഓർത്ത് വിലപിക്കുന്ന ഒരു സ്ത്രീയാണ്. രാജ്യങ്ങളുടെ വിഷമങ്ങളും രാജ്യത്തിൽ നടക്കുന്ന അക്രമങ്ങളെ ഒക്കെ കാണുമ്പോൾ, കാരണം UK എന്ന് പറയുന്ന ആ പട്ടണത്തില് ദൈവം എന്തെന്നറിയാതെ അനേക കുടുംബങ്ങൾ, അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ UK പട്ടണത്തിൽ നിന്നുമാണ് ഞാൻ നിലവിളിക്കുന്നത്, കർത്താവേ, ഇത് ഒരു സമയത്ത് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന രാജ്യം ഇന്ന് ദൈവത്തെ മറന്ന് മ്ലേച്ഛതയിൽ പൊക്കോണ്ടിരിക്കുന്ന ഈ രാജ്യം എന്താണ് കർത്താവേ ഇതിന് കാരണം? എന്താണ് അപ്പച്ചാ ഇതിങ്ങനെ ആയിപ്പോയെന്ന് പലപ്പോഴും ഇടിവിൽ നിന്നും നിലവിളിക്കുന്ന ഒരു സഹോദരിയാണിത്. തെരുവേദികളിലും പല സ്ഥലങ്ങളിലും നൈറ്റ് വാക്ക് പ്രയറിൽ രാത്രി 10 മണിക്ക് ഞങ്ങൾ ആരംഭിക്കുന്നത് പിറ്റേന്ന് രാവിലെ 2 മണിക്കാണ് തീർക്കുന്നത്. പല വേദികളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ വാഴ്ചകളുടെ ആ സ്പിരിറ്റിന്റെ റെൽമ് നമുക്ക് ഹൃദയത്തിൽ തോന്നും. കാരണം നെഞ്ചടയ്ക്കുന്ന വേദനകൾ വരും. അവിടെ എന്താണ് അവിടെ വാഴുന്നതെന്നുള്ളത് ആ അന്ധകാര ശക്തിയുടെ ആ വ്യാപാരം ദൈവം വെളിപ്പെടുത്തി കാണിക്കും. അതിന്മേലെ നിന്ന് ജയമെടുത്തുകൊണ്ടാണ് അടുത്ത ഏരിയയിലോട്ട് ഇങ്ങനെ പോകുന്നത്. ഇത് ഇങ്ങനെ ദൈവം നമ്മളെ കൊടുത്തിരിക്കുന്ന ആ ദർശനങ്ങള് അത് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തി അവിടെ ഇറങ്ങി തന്റെ ഇടിവിൽ നിൽക്കുന്ന തന്റെ മകൾ ഹല്ലേലൂയ തന്റെ ജനം ദൈവത്തിന് വേണ്ടി യാചിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ദേശത്തെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മൾ നമ്മുടെ കുടുംബം മാത്രം നന്നാക്കാൻ നോക്കുക, പക്ഷെ വീടിന്റെ പുറത്തിറക്കുമ്പോൾ ആപത്താണെന്നുള്ളത് നീ മറക്കണ്ട. നമ്മുടെ തലമുറകൾ ഈ സ്കൂളുകളിലും ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പോകുമ്പോൾ അവർ അകപ്പെടുന്ന അപകടങ്ങളിൽ നിങ്ങൾ മറന്നു കളയണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പട്ടണത്തെ ശത്രു അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധകാര മണ്ഡലങ്ങളെ നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഇനി അധികം താമസിക്കാതെ ശത്രു ഏറ്റെടുക്കുന്ന സമയമായി കഴിഞ്ഞുള്ളത് നിങ്ങൾ മറക്കണ്ട. ഹല്ലേലൂയ. UK പട്ടണം ഇന്ന് ദൈവമില്ലാത്ത ഒരു രാജ്യമായി സ്റ്റാറ്റിക്സിൽ ഏറ്റവും മ്ലേച്ഛം നിറഞ്ഞ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമേറിയ ദൈവദാസന്മാർ ഹല്ലേലൂയ രാജ്യത്തിൽ നിന്ന് പല രാജ്യങ്ങളിൽ പോയവരാണെന്നറിയാമോ? ഇവൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഉണർവിന്റെ സമയം 18ാമത്തെ സെഞ്ചുറിയിൽ ഇതുപോലെ തീയുടെ അഭിഷേകം ഇറങ്ങിയ ഒരു ഹല്ലേലൂയ സ്ഥലമാണ് അവിടെ. വില്യം ബൂത്ത്, ജോൺ വെസ്ലി, എത്ര അനുഗ്രഹമേറിയ ഹല്ലേലൂയ, ചാൾസ് സ്പർജൻ, ഇത്രയും അനുഗ്രഹമേറിയ ഇവരൊക്കെ ഈ പട്ടണത്തിൽ ഈ മണ്ണിൽ നിന്നും വന്നവര് എന്താണ് കർത്താവേ എന്ന് നിലവിളിക്കുവാൻ ഹല്ലേലൂയ അവിടെ ഒരു കൂട്ടം ജനമുണ്ട്. ഇന്നും ദൈവം പറയുകയാണ്, ഞാൻ അത് ചെയ്ത് തീർക്കും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ആ സ്വർഗരാജ്യത്തിന്റെ കൊടി ആ രാജ്യങ്ങളിൽ പറക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഹല്ലേലൂയ പദ്ധതിക്കും പ്ലാനിനും ഒന്നും ഒരു കുറവും വരത്തില്ല. ഇന്ന് നെഹ്മയ ആലയത്തിന്റെ മതിൽ പണിയുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളും അതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഞങ്ങൾ നിനക്ക് വിരോധമായി ചെയ്തു പോയ ആ പാപം എന്തെന്ന് കർത്താവേ നീ ഞങ്ങളോട് മനസ്സറിഞ്ഞ് ക്ഷമിക്കണമേ. നമ്മളെപ്പോഴും പലപ്പോഴും നീതീകരിക്കാൻ നിൽക്കും. ഞാൻ നല്ലവൻ.
പക്ഷേ ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ ദൈവമേ, നിന്റെ ജനമായ ഞങ്ങൾ നിനക്ക് വിരോധമായി ചെയ്തു പോയതിനെ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനെ എടുത്തു മാറ്റണമേ എന്ന് ഈ ഹബക്കുക്കിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകുന്ന സമയങ്ങളാണ് ഇത്. അധികം താമസിക്കാതെ എല്ലാം കഷ്ടപ്പെടേണ്ട ഒരു സമയമാണ് നമ്മുടെ മുൻപിൽ. ബിക്കോസ് ഈ പുസ്തകം ഇനി കൈകളിൽ എടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വരാൻ പോകുന്നത്. വി തിങ്ക് എവറിത്തിങ് ഈസ് ഈസി, എല്ലാം ഇതുപോലെ അങ്ങ് പോകുമെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, കാരണം ഞങ്ങൾ അത് എല്ലാ സമയവും എതിർത്തുകൊണ്ട് നോക്കി അവിടെ we expect that every day because UK has actually gone into the hands of foreigners. അനേക ഇമിഗ്രൻസ് അവിടെ ആ രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന് ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വളരെ ലോ നമ്പറിൽ പൊക്കോണ്ടിരിക്കുന്ന ആലയങ്ങളെയാണ് ഞങ്ങൾക്ക് കാണുവാൻ അവിടെ ഇടയാകുന്നത്. ദൈവത്തിന്റെ അനുഭവത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടം ജനം അങ്ങും ഇങ്ങും നിലവിളിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മഹാകോപം ഇന്നും ആ രാജ്യത്തിൽ വീഴാതെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. ഇത് ഈ ഹബക്കുക്കിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുവാണ്, ഞാൻ ഓൾറെഡി ഇത് ചെയ്തു കഴിഞ്ഞു. ബിക്കോസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ നേരത്തെ പറഞ്ഞതുപോലെ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആ ചെറിയ 1-2 കൽപ്പനകളെ പോലും നമുക്കൊന്ന് മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. And then we want the blessing from God. കർത്താവിൽ നിന്നും ബ്ലെസ്സിംഗ് മാത്രം വേണം, അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് വേണ്ട. എത്ര പേര് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, നെഞ്ചിൽ കൈവച്ച് പറയുവാൻ കഴിയുമോ, കർത്താവേ ഈ ശരീരം ശേഷിച്ചു പോയാലും എന്റെ ദൈവമേ എന്റെ ഉള്ളം നിന്നെ മാത്രം നോക്കി കരയും കർത്താവേ എന്ന് പറയുവാൻ കഴിയുമോ? നടുവേദന, കൈവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടി മാത്രം നിലവിളിക്കാതെ കർത്താവേ ഈ ഹല്ലേലൂയ ഉള്ളവരുടെ ശ്വാസം അന്ത്യശ്വാസം ഉള്ളതുവരെയും നിന്നെ മാത്രം ഞാൻ വിളിച്ചപേക്ഷിക്കും കർത്താവേ. എനിക്ക് നിങ്ങളോട് എന്റെ വലിയൊരു സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ അത് കാണുവാണെങ്കിൽ എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സാഹചര്യങ്ങളില് എനിക്ക് സർവ്വതും നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യങ്ങളില് ഒരു കോടതിയുടെ ഒരു സാക്ഷ്യമാണ് ഞാൻ അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഞാൻ പോലും അറിയാതെ എന്റെ സ്വർഗത്തിലെ ദൈവം ദൂതനായി ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ഒരു സാക്ഷ്യത്തിന്റെ ഒരു കഥയാണ്, ഒരു സംഭവമാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് നടന്ന ആ സാക്ഷ്യം നിങ്ങളത് കേൾക്കണം. അത് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാകും. ശത്രു നിങ്ങളെ ഇനി വിടുകയില്ല, അല്ലെങ്കിൽ അസ്തമിച്ചു പോയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാക്ഷ്യം നിങ്ങളെ തീർച്ചയായിട്ടും ആ വിടുതലയുടെ അനുഗ്രഹത്തിലോട് നിങ്ങളെ കൊണ്ടുപോകും. കാരണം അതിന് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ സാക്ഷ്യം എന്താ പറയുമ്പോൾ, നമ്മൾ കാരണം നിലവിളിക്കേണ്ട, ബഹളം കാണിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഞാൻ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറല്ല. ഞാൻ വളരെ മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാൻ, എനിക്ക് പ്രസംഗിക്കുന്ന സൗണ്ടും ഇതൊക്കെ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിലൊന്നും ശബ്ദം ഉയർത്തുന്ന ഒരാളല്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുണ്ടല്ലോ, അതൊരു വാളായി എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ ഈ വാക്യം എടുത്തു വെച്ച് നിങ്ങൾ ആയുധമായി അത് ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി മറുപടി തരുമെന്നുള്ളത് ഞാൻ ഈ പുൽപ്പിറ്റിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പ് നൽകാം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലോ കർത്താവിനോട് പറയാ, കർത്താവേ നീ എന്റെ ആശ്രയം, നീ എന്റെ കോട്ട, നീ എന്റെ പരിചയം, നീ എന്റെ സർവവുമാണെങ്കിൽ ഞാൻ ഒരു നാളും ഇത് ഞാൻ കടന്നു പോകാൻ പാടില്ല കർത്താവേ, എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സ്വർഗം അവിടെ ഇറങ്ങി വന്നിരിക്കും. ഒരു പാസ്റ്ററെ തപ്പി ഓടണ്ട, ഒരു പ്രവാചകനെ തപ്പി ഓടണ്ട. ദൈവം ഹല്ലേലൂയ എല്ലാ സമയവും കേൾക്കുവാൻ ശക്തനായവൻ നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്ന് വാക്കറിൽ ചെയ്തവൻ 24 hours his clock is running. എന്റെ മകൻ എന്നെ നോക്കിയൊന്ന് പറയത്തില്ലയോ, എന്റെ മകൻ എന്നെ നോക്കിയൊന്ന് ആവശ്യപ്പെടത്തില്ലയോ, അവനെ അനുഗ്രഹിപ്പാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ ശത്രു നമുക്കെതിരെ വാദിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഇയ്യോബിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ നമുക്ക് നന്നായി കാണാം. അവിടെ ആ വാദിക്കുന്നവൻ അവിടെ ചെന്ന്, ഇവനെയാണോ നീ അനുഗ്രഹിക്കാൻ പോന്നേ, അതെ ഇവന്റെ പല കേസുകളിൽ എന്റെ കയ്യിലിരിപ്പുണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മുടെ വായിൽ നിന്നും എല്ലാം വന്നു പോയതിനെല്ലാം അവൻ അപവാദി അവിടെ ചെന്ന് നമുക്കെതിരെ വാദിക്കും. In the court of heaven, God is a just God. God is a righteous God. അത് അവനെയും നമ്മളെയും ഒരുപോലെ അവൻ ന്യായം വിധിക്കത്തുള്ളൂ. Because we need to clear ourselves first. കർത്താവിന്റെ മുൻപിൽ ചെന്ന്, കർത്താവേ നിനക്ക് വിരോധമായി എന്റെ ജീവിതത്തിൽ എന്റെ പ്രവൃത്തിയില് വന്നുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അതിനെ നീ ക്യാൻസൽ ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ആ അപവാദിയുടെ വായി നമ്മൾ അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ നീ അവിടുന്ന് ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹം, അബ്രഹാമിന് പറഞ്ഞ അനുഗ്രഹം നമ്മളെ തേടി വന്നിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, നീയും നിന്റെ തലമുറയും നിന്റെ വെറും തലമുറകളെ മുഴുവനും ഞാൻ ആശീർവദിക്കുമെന്ന് പറഞ്ഞ ദൈവം നമ്മളെ മാത്രമല്ല അനുഗ്രഹിക്കുന്ന, നമ്മളിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ നന്മകളെ കണ്ട്, അതാണ് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും, ലോർഡ്
goodness and mercy will follow all the days of my life എന്ന് പറയാം. അതിന്റെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മകളെ എല്ലാം കാണുവാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ. അവര് നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി, ഞാൻ പറയുന്ന അനുഗ്രഹം എന്ന് വെച്ചാൽ അവർ വീട്, ഭവനം, ജോലി, ഇതല്ല, അതൊന്നും അനുഗ്രഹമല്ല. ഞാൻ പറയട്ടെ, 3 പ്രധാന അനുഗ്രഹങ്ങൾ എന്താണെന്നറിയാമോ? സുഖമായി രാത്രി ഉറങ്ങാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും അനുഗ്രഹമുള്ളവർ. രണ്ടാമത്, എനിക്ക് കിടന്നുറങ്ങുമ്പോൾ എന്റെ തലയുടെ മേളിൽ ഒരു കൂര, ഹല്ലേലൂയ, എനിക്കൊരു പാർക്കുവാൻ ഒരു സ്ഥലം, പിന്നെ വിശക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ ഒരാൾക്കൊരു ആഹാരം. എന്റെ കർത്താവ് എന്നെ വിശപ്പടക്കുവാൻ ഈ 3 കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും അനുഗ്രഹമുള്ളവർ. ഇന്ന് UK പട്ടണത്തിലെ ഒരു 75-80% പീപ്പിൾ രാത്രി ഉറങ്ങാത്തവരാണ്. ഡിപ്രഷന്റെ ഗുളിക കഴിച്ച് ജീവിക്കുന്ന എത്ര ദൈവമക്കളുണ്ടെന്ന് അറിയാമോ? ചാപ്ലൻസിയുടെ ആ ഒരു കോഴ്സ് ഞാൻ ചെയ്തതുകൊണ്ട് ഇന്ന് അനേക ജീവിതങ്ങളെ കാണുമ്പോൾ ഓൾമോസ്റ്റ് എവറിബഡി ആർ ഡിപ്രസ്ഡ്. പലവിധമായ പ്രശ്നങ്ങൾ കാരണം അവർ ഉറക്ക ഗുളിക കഴിച്ചാണ് അവർ ഉറങ്ങുന്നത്. ഇന്ന് ഈ ലോകം പോകുന്നതും അതുപോലെയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഉറക്കമില്ല, മക്കളെ ചൊല്ലി വേദന, അത് വേദന, ഇത് വേദന. പക്ഷെ കർത്താവിന് കൊടുക്കുന്ന മഹത്വം അവിടെ കൊടുക്കാറില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ദൈവം, എന്റെ മഹത്വം നീ മറന്നു കളഞ്ഞു, ഞാൻ നിന്നെ നടത്തിയ വഴികളെ നീ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ദൈവം ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും നമ്മുടെ സ്ഥലം. 70 വർഷം മാത്രം. എത്ര പേർക്കറിയാം ജർമ്മയുടെ ആ ഭാഗം? ഞാൻ അതിലോട്ട് ഇറങ്ങുന്നില്ല. 70 വർഷം കഴിയുമ്പോൾ അവരെ ഞാൻ മടക്കിക്കൊണ്ടുവരുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ അസ്തമിച്ചു പോയ വിഷയങ്ങളുടെ മേലിലും ദൈവം നമ്മളെ കൈവിട്ടു എന്ന് നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിന്മേലും ദൈവം ഇന്ന് ഇറങ്ങി വന്ന് നമുക്ക് മറുപടി തരുവാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യരിൽ ആശ്രയിക്കുകയെ ചെയ്യല്ലേ, ദൈവത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചു നിന്ന്. സങ്കീർത്തനം 46:10 പറയുന്നത് പോലെ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അതിന്റെ തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ ആരെങ്കിലും ഒരാൾക്ക്, എനിക്ക് മലയാളത്തിൽ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ളതിന്റെ, മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഞാൻ ജാതികളുടെ ഇടയിൽ, ഞാൻ ഭൂമിയിൽ. അപ്പൊ നമ്മുടെ ചില പ്രശ്നങ്ങളെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാതെ ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇത് എന്റെ ഒരു രഹസ്യമാണ് നിങ്ങളോട് പറയുന്നത്, എടുത്ത് ചാടി ഒന്നും ചെയ്യാതെ കുറച്ചു നേരത്തേക്ക് ഒന്ന് മൗനം പാലിക്കുക. വല്ലവരുടെ ഇടയിൽ ചെന്ന് ദൂതം കാണിച്ച് വല്ലവരും കൈ തല വെച്ച്, ഇന്ന് എത്ര പേര് ഏതെല്ലാം രീതിയിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ അത് പറയുന്നില്ല ഈ വേദിയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം കേൾക്കുന്ന ഒരു ദൈവമെന്ന് ഞാൻ പൂർണ്ണമായി വിളിച്ചു പറയുവാൻ എനിക്ക് കഴിയും. അവിടെ നിങ്ങൾ മുട്ടുമടക്കി കർത്താവിനോട് പറയണം, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിന്റെ ഹിതം എന്തെന്ന് ഇവിടെ വെളിപ്പെടുത്തണമേ കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ എനിക്ക് ആലോചനകളെ പകർന്നു തരണമേ, ദൈവത്തിന്റെ അടയാളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തെ ദൈവം എന്തുവാ പറഞ്ഞിരിക്കുന്ന അവിടെ? ജാതികളുടെ ഇടയിൽ അവന്റെ പേര് വലുതാവും. ജാതികളുടെ ഇടയിൽ അവന്റെ നാമത്തെ ഉയർത്തുവാൻ അവന് കഴിയും. അല്ല, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. നമ്മൾ പലപ്പോഴും പാസ്റ്റേഴ്സിന് കൊടുക്കാറുണ്ട്, പ്രവാചകന്മാർക്ക് കൊടുക്കാറുണ്ട്. കർത്താവ് പറയുമായിരുന്നു, മഹത്വം അവന് മാത്രമുള്ളതാണ്, അവന് മാത്രമാണ് സകല സ്തുതിക്കും യോഗ്യനായവൻ. ഞാൻ നിങ്ങളോട് ഇന്ന് വിളിച്ചു പറയട്ടെ, ഇത് ലൈവ് പോകുന്നുണ്ട്. ഞാൻ ആരുടെയും മുൻപിൽ തന്നെ എന്റെ തല ഞാൻ കൊടുക്കാറില്ല. കാരണം എന്താണെന്നറിയാം? എന്നെ വിളിച്ച ദൈവമാരെന്ന് ഞാൻ അറിയുന്നു, ഞാൻ വിളിക്കുന്ന ദൈവമാരെന്ന് ഞാൻ അറിയുന്നു. അവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അവനെ അവിടെ ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കാലത്തോളം എനിക്കൊരു മനുഷ്യന്റെ കരങ്ങൾ എനിക്കവിടെ വേണ്ട. എന്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്. ഇവിടെ ഹബക്കുക്ക് ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ കർത്താവ് പറയുവാണ്, യു നീഡ് ടു സെൽഫ് എക്സാമിൻ യുവർസെൽഫ്. നീ ഒന്ന് പുറത്തോട്ട് നോക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് നോക്ക്. ഞാൻ ഓൾറെഡി പ്രവർത്തിച്ചു കഴിഞ്ഞു. അതിന്റെ ചരിത്രത്തിനോട് ചേർന്ന് വരുന്നതാണ് എസിക്കിയ പ്രവാചകൻ. മലയാളത്തിൽ പറയുന്ന ഹെസിക്കിയ രാജാവിന്റെ മരണക്കിടക്കയിലായിരിക്കുന്ന രാജാവിനോട് എന്താ പറയുന്നത്? ദൈവമേ, ഞാൻ ചെയ്ത നന്മകളെല്ലാം നീ എന്നെ ഒന്ന് മറന്നുകളയല്ലേ, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറയും. അവന് ഭിത്തിയോട് വാതിലിനോട് ചേർന്ന്, അല്ല ആ വാളിനോട് ചേർന്ന് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. അപ്പോൾ എന്താ വരുന്നത് അവിടെ? നാഥാൻ പ്രവാചകൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 15 സംവത്സരം വീണ്ടും ആ ആയുസിനെ നീട്ടിക്കൊടുത്ത ഒരു ദൈവം. ഈ ആയുസിനെ നീട്ടിക്കൊടുത്ത് അനുഗ്രഹമാക്കിയ കൈയോടെ ബാബിലോണിയ രാജാക്കന്മാരെ അവർ വിളിച്ചുകൊണ്ടുവന്ന് ആ ആലയത്തിന്റെ നന്മകളെയും ആ സുന്ദരിയായ സഹോദരിമാരെ എല്ലാം അങ്ങോട്ട് കാണിച്ച് തന്റെ അനുഗ്രഹങ്ങളെ മുഴുവനും ശത്രു ഖാന് വെളിപ്പെടുത്തി കൊടുത്തു. പോയി രാജാവ് വന്നു, എല്ലാം വീണ്ടെടുത്തു.
സോ ഇവിടെ ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്നത്. ദൈവം നൽകുന്ന നന്മകളെ കർത്താവിന് വേണ്ടി വേർതിരിച്ചു നിൽക്കുന്നതിന് പകരം ശത്രുവിന്റെ മുൻപിൽ പലതും വലിച്ചഴച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ, ആ വാതിലുകളെ എല്ലാം തുറന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ശത്രു അകത്ത് കയറി അയ്യോ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കർത്താവ് വേർപെട്ട് നിൽക്കുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപാട് സൂക്ഷിച്ചേ മതിയാവും. എല്ലാറ്റിലും നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയേ മതിയാവൂ. കാരണം ദൈവം ശക്തിയുള്ളവനാണ്, അവൻ സർവ്വവ്യാപിയാണ്. കാരണം he is an almighty God. കർത്താവിന് ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുവാനും അനുവദിക്കത്തില്ല. ഇവിടെ പറയുകയാണ് you now first look into your life. നിന്റെ ജീവിതത്തെ നോക്കെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഹബക്കൂക്ക് പറയുന്നത്, കർത്താവേ യെസ്, എനിക്കൊരു മെച്ചൂരിറ്റി ഇല്ലാത്ത രീതിയിൽ ഞാൻ നിലവിളിക്കുകയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി നിന്നിൽ നിന്നും ഞങ്ങൾ ഒരുപാട് അകന്നുപോയി, നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങൾ ഒരുപാട് അകന്നുപോയി എന്ന് ഹബക്കൂക്ക് പറയുമ്പോൾ കർത്താവ് പറയുവാണ്, അപ്രത്യാശയുടെ ഒരു വാക്ക്, ഒരു ഗാനമുണ്ട് ഹബക്കൂക്കിന്റെ 3:17-18. എന്തുവാ മുന്തിരിവള്ളി കാഴ്ച വായിച്ചാട്ടോ? അത്യവൃക്ഷം തകർക്കുകയില്ല, ഫലമുണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആകാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊട്ടുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തെ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽമേൽ ഏടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. അവിടെ കാണുന്നുണ്ട് ദൈവം അസ്തമിച്ചു പോയ വിഷയങ്ങൾ. ഇനി മുന്തിരിവള്ളി കായ്ക്കുകയില്ല, അല്ല ഒന്നുമില്ല, തീർന്നു, ഇനി ഇതിന് ഒരു രക്ഷയുമില്ല എന്ന് നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ചില കുന്നുകളുണ്ട്, ചില മലകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇനി ആർക്കും എന്നെ വിടുവിക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലെ ചോദ്യമുണ്ടെങ്കിൽ യഹോവയായ ദൈവം പറയുകയാണ്, നിന്നെ തന്നെ ശോധന ചെയ്ത് എന്റെ മുൻപിൽ വരുവാണെങ്കിൽ കർത്താവ് പറയുവാണ്, അതിനെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഒരു രാജാവാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വിളിച്ചു പറയുന്ന ഒരു പ്രോമിസ്. Because you know what, God is a God that is so beautiful in his covenant. കർത്താവ് ഒരു ഉടമ്പടി ചെയ്താലുണ്ടല്ലോ, മരണം നമ്മളെ വിട്ട് പിരിയുന്നത് വരെയും കർത്താവിന്റെ ആ ഉടമ്പടിക്ക് ഒരു മാറ്റവും ദൈവം ചെയ്തില്ല. നമ്മളാണ് പലപ്പോഴും നന്ദി കെട്ടവരും അനീതിയുള്ളവരും അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് ഈ ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നത്. കാരണം നമ്മുടെ കണ്ണുകൾക്കും ശരീരത്തിനൊക്കെ നമുക്ക് ഇഷ്ടമാവുന്ന ജഡമോഹം, കൺമോഹം, ഇതിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച ദൈവത്തെ നമ്മൾ മറന്നു പോകുന്ന നമ്മളാണ് അനീതിയുടെ ഒരു ജനം. ദൈവം ഒരിക്കലും അനീതിയല്ല. You compare God to the holy matrimony. Matrimony നമുക്കറിയാലോ, വിവാഹ ജീവിതത്തിലെ ആ ചടങ്ങിന്റെ ഇടയിൽ കർത്താവ് കൊടുക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. ദൈവവും സഭയും എന്നുള്ളതുപോലെ, ക്രിസ്തുവും സഭയും എന്നതുപോലെ ആ ഹോളി മാട്രിമോണിയല്ല ആ രണ്ട് കരം പിടിച്ച് ദൈവം ചേർക്കുന്നത് എന്താണെന്നറിയുമോ? മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെയും. ആ കവനന്റ് അതാണ്. ദൈവത്തോട് അവസാനം ആ മരണം കഴിഞ്ഞാലും ഞാൻ എതിരേൽക്കുന്നത് എന്റെ മണവാളനെയാണ്. എന്റെ യേശുവിന്റെ മുഖം കാണാനാണ് എന്റെ അങ്ങോട്ടുള്ള എന്റെ ജീവിതവും. ആ ഒരു ഉടമ്പടി ദൈവം കാത്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ അതിന് വേണ്ടി റെഡിയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മളത് വായിക്കുന്നത്. കർത്താവ് പറയുവാണ്, ഇന്നും സഭ പ്രത്യാശയോടെ നമ്മൾ പിരിയുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് ഹല്ലേലൂയ വേഗം വരും എന്നുണ്ട്. അന്ത്യകാലത്തിലുള്ള എല്ലാ സർവ്വ ലക്ഷണങ്ങളും വിളിച്ചു പറയുന്നുണ്ട് തമ്പുരാൻ വരുന്നുവെന്ന്. എന്നാണ് നമ്മൾ ഇനി ഒരുങ്ങുന്നത്? അതിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതിന് നമ്മൾ ആ കർത്താവിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടോ? നമ്മുടെ ചിന്തകളെ ഒന്ന് കഴുകിയിട്ടുണ്ടോ? ഏറ്റുപറയാത്ത ചില പാപങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരാണ് നമ്മൾ. അതിനെല്ലാം ഏറ്റുപറയുവാൻ നമുക്ക് ഇന്ന് കഴിയുമോ? പലപ്പോഴും പലരുടെ മുൻപിലും മാസ്ക് ഇട്ടുകൊണ്ട് നല്ല സഹോദരിയായിട്ടും നല്ല സഹോദരനായിട്ടും ഒക്കെ നമുക്ക് നടക്കാൻ കഴിയും. പക്ഷെ ഉള്ളം നോക്കുന്ന ഒരുവനുണ്ട്. അവൻ നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്നവൻ. അവനെ മറച്ചൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഏറ്റു പറഞ്ഞാൽ വിടുതൽ നമുക്കുണ്ട്. കർത്താവിലേക്ക് നമുക്ക് തിരിയാം. അതേ ദൈവത്തെയാണ് നിങ്ങളും ഞാനും സേവ ചെയ്യുന്നത്. കർത്താവിന്റെ കരങ്ങൾ നമുക്ക് ഇന്ന് ഏൽപ്പിക്കാം. ഈ പറഞ്ഞതുപോലെ ആ ഒരു കവണന്റ് റിലേഷൻഷിപ്പില്, ഉടമ്പടിയില് നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുകയില്ല. അവിടെ പറയുവാണ് ലോർഡ്, അതിലാണ് പറയുന്നത് the just shall live by faith alone. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നുള്ളത്. എന്താണെന്നറിയാമോ? എന്തെല്ലാം വന്നാലും എന്റെ മനസ്സ് കളങ്ങി പോകുവാൻ എന്റെ ദൈവം എന്നെ ഇടയാക്കില്ല. കാരണം എന്റെ പ്രത്യാശ അവനിലാണ്.
എന്റെ പ്രത്യാശ അവൻ വേഗം വരുമെന്നുള്ള എന്റെ ആ ഒരു പ്രത്യാശ ഉണ്ടായതുകൊണ്ടാണ് എന്റെ മുൻപിൽ എല്ലാം അസ്തമിച്ചു പോയാലും അവൻ എന്നെ വീണ്ടെടുക്കുവാൻ വരുമെന്നുള്ള ധൈര്യമുള്ള ഉറപ്പുള്ള ദൈവമക്കൾ കരയിലടിച്ച് ദൈവത്തെ ഒന്ന് വാഴ്ത്തിയാൽ ലോർഡ് യെസ് യു വിൽ കം. എന്റെ ദൈവത്തിന്റെ ആ വരവിന് വേണ്ടി എന്നെ തയ്യാറാക്കുന്ന കൃപകൾക്കായി സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ക്രിസ്ത്യൻ ലൈഫ് സീരിയസ് ആയിട്ട് എടുത്തേ മതിയാവൂ. ഇത് തമാശയല്ല, ഇത് ഉടമ്പടിയുടെ ഒരു യാത്രയാണ്. ദൈവമായിട്ട് നമ്മൾ ആ ഒരു യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ വേണം. ദൈവത്തിന് വേണ്ടി മാത്രം വേർപെട്ട് അവന് വേണ്ടി മാത്രം നമ്മൾ നിലവിളിക്കുവാൻ മറന്നു കളയരുത്. നമ്മളെ പലപ്പോഴും തെറ്റിക്കുന്ന പലവിധമായ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. റിവൈവലെന്നും പലവിധമായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല, ദൈവവചനത്തിൽ നീ വേരൂന്നി നിന്നാൽ, ദൈവവചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ ദൈവം നിന്നെ ഒരു നാളും അതിന്റെ ശത്രുവിന്റെ മുൻപിൽ വിട്ടുകൊടുക്കയില്ല. കാരണം എന്തെങ്കിലും മരണം എന്റെ മുൻപിൽ വന്നാലും ഇത് വിളിച്ചു പറയും, ഞാൻ എന്റെ ക്രിസ്തു എന്റെ രക്ഷകൻ എന്ന് വിളിച്ചു പറയുന്ന ഈ പുസ്തകം, ഈ ദൈവം എന്റെ കൂടെ ഇരിക്കുന്ന കാലത്തോളം മരണം എന്നെ കൊണ്ടുപോയാലും വേണ്ടിയില്ല, എന്റെ ദൈവത്തിന്റെ മുഖം എനിക്ക് വേഗം കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും. കാരണം ഇതാണ് എന്റെ ജീവിതം, ഇതാണ് എന്റെ സന്തോഷം. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുവാൻ ആണെങ്കിൽ ദൈവം നിങ്ങളെ അതിന്റെ വളരെ ഉയർച്ചയിൽ നിങ്ങളെ കൊണ്ടുപോകും. ഈ ഭൗതികമായ ഉയർച്ചയല്ല ഞാൻ പറയുന്നത്, മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ദൈവിക സമാധാനമുണ്ടല്ലോ, അത് ഈ ഭൂമിയിൽ ഒന്നിനെ കൊണ്ട് നമുക്കത് തരാൻ കഴിയത്തില്ല. ഈ യേശുവിനോട് ചേർന്ന് ആത്മാവില് അവനോട് ചേർന്ന് നടക്കുവാണെങ്കിൽ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുകയാണ് കർത്താവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി അവിടുന്ന് വാഴ്ത്തുകയാണ് കർത്താവേ. എളിയവളെ നീ ഇവിടെ കൊണ്ടുവന്നത് കർത്താവേ, ഇറ്റ് ഈസ് നോട്ട് ബൈ ആക്സിഡന്റ് ഓ മാസ്റ്റർ. I thank you for this wonderful moment oh master. കർത്താവേ, നിന്റെ ജനം കർത്താവേ എവിടെ കൂടുന്നുവോ രാജാവേ, നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഒരു വാക്കുണ്ട് കർത്താവേ, എന്റെ ജനം കൂടുന്നിടത്ത് ഞാൻ അവിടെ നിങ്ങളുടെ മധ്യയിലുണ്ടെന്ന് വാക്ക് നീ ചെയ്തവനെ. We thank you for your mighty presence in this place oh Lord. കർത്താവേ, നീ അവിടുന്ന് ഇറങ്ങി നിൽക്കുന്ന ഈ നല്ല അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ ഏവരെയും കുടുംബമായി രാജാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ആലയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ അതിരുകളെ നീ അവിടുന്ന് കർത്താവേ അവിടുന്ന് അപ്പച്ച വിസ്താരമാക്കി നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. എല്ലാറ്റിനും മതിയായവനെ വരും നാളുകളിൽ അത്ഭുതത്തിന്റെ കരങ്ങൾ ഈ ആലയത്തില് നിന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ തലമുറകളുടെ മേലും രാജാവേ വലിയ മഹത്വം അവിടുന്ന് ഇറങ്ങി നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കാണ് കർത്താവേ. എളിയവർക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുവോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമായിരിക്കുമെന്ന് അടിയന് നൽകിയ ആ പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ ഈ ആലയത്തിൽ നിന്നുകൊണ്ട് കർത്താവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാണപ്പാ. എന്റെ ദൈവം ഇറങ്ങി വരണമേ, അവരുടെ ആവശ്യങ്ങളിൽ കർത്താവേ അവിടുന്ന് ആലോചനകളെ പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവ വിഷയങ്ങൾക്ക് ഈ വരും നാളുകളിൽ രാജാവേ നീ മറുപടി തരുന്ന ഒരു ദൈവമായിരിക്കായി സ്തോത്രം. വിടുതലയുടെ നല്ല സാക്ഷ്യങ്ങൾ ഇവിടെ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവിന്റെ കരങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ തന്നെ അപ്പച്ച ഒന്ന് കണ്ടുണരുന്ന ഒരു ദിവസമാക്കി ഒരു പകൽക്കാലമാക്കി മാറ്റണമേ. മാസ്റ്റർ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാണ്. നിനക്ക് വിരോധമായി ഞങ്ങളുടെ ജീവിതത്തിലും ചിന്തയിലും നോട്ടത്തിലും വന്നുപോയ ദൈവമേ നീ അവിടുന്ന് ഞങ്ങളോട് മനസ്സറിഞ്ഞ് നിന്റെ ജനമായ ഞങ്ങളോട് നീ മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തോട് ദൈവം അനുഗ്രഹിക്കണമേ. ഈ പട്ടണത്തോട് രാജാവേ നീ അവിടുന്ന് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ അന്ധകാര വ്യാപാരങ്ങളിൽ നിന്നും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അന്യദേവന്മാരുടെ ദൈവമേ ആചാരങ്ങളെ ദൈവത്തിന് വിരോധമായ ഞങ്ങളുടെ ഹൃദയത്തില് ദൈവത്തിന്റെ ഹല്ലേലൂയ ഇഷ്ടമില്ലാത്ത ആൾട്ടറുകളെ യാഗപീഠങ്ങള് ദൈവത്തിന് വിരോധമായ യാഗങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അവിടുന്ന് വിടുവിച്ചിരിക്കായി സ്തോത്രം. ഈ നല്ല നിമിഷങ്ങൾക്കായി അവിടുന്ന് നന്ദിയോടെ വാഴ്ത്തിക്കാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.